രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ ഇത്രയും കടുത്ത നടപടി ആവശ്യമില്ലായിരുന്നു എന്ന് എ ഗ്രൂപ്പിന്റെ അഭിപ്രായം കോൺഗ്രസിനകത്ത്. നടപടിയിൽ മുതിർന്ന നേതാക്കൾക്കടക്കം കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വിശദീകരണം പോലും ചോദിക്കാതെയുള്ള നടപടി കടുത്തതായി പോയി. ആരോപണം അംഗീകരിച്ചതുപോലുള്ള സമീപനം CPIM-ന് ആയുധമായെന്നാണ് അവരുടെ അഭിപ്രായം. എന്നാൽ നടപടി അനിവാര്യമായിരുന്നുവെന്നാണ് VD സതീശനും പിന്തുണയ്ക്കുന്നവരും പറയുന്നത്. പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ നടപടിയിലൂടെ കഴിഞ്ഞുവെന്നാണ് സതീശൻ വിഭാഗത്തിന്റെ വിലയിരുത്തലും വാദവും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുന്നതിന് മുൻപ് വിധി കൽപ്പിക്കേണ്ട എന്നാണ് കെ മുരളീധരൻ ഇന്നിപ്പോൾ പരസ്യമായി പറഞ്ഞത്. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ഉചിതമായ തീരുമാനമാണ്. രാഹുലിന് നിയമസഭയിൽ പങ്കെടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല. ഭരണകക്ഷി അംഗങ്ങൾ പൂവൻകോഴിയുടെ ശബ്ദമുണ്ടാക്കിയേക്കാം, തിരിച്ച് പ്രതിപക്ഷം മറ്റു ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇന്ന് കെ മുരളീധരൻ പറയുന്നു. അന്വേഷണം നടക്കുന്നതിന് മുമ്പ് വിധി കൽപ്പിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഇപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. സഭയിൽ അദ്ദേഹം അൺഅറ്റാച്ച്ഡ് മെമ്പറായിട്ടാണ് അദ്ദേഹം സഭയിൽ ഇരിക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പാർട്ടി നയം സ്വീകരിച്ചിട്ടുണ്ട്. ഇതിലും കൂടുതൽ സ്വീകരിക്കേണ്ട ആവശ്യം ഇപ്പോഴില്ല. ഇപ്പോൾ ഈ എടുത്ത നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകേണ്ട ആവശ്യം പാർട്ടിക്കില്ല. KR സാജു കൂടുതൽ വിവരങ്ങളുമായി. സാജു, ഇദ്ദേഹത്തിനെതിരായ നടപടി കടുത്തുപോയി എന്ന അഭിപ്രായം ശക്തമായി എ ഗ്രൂപ്പ് ഉന്നയിക്കുന്നുവെന്ന് വെച്ചാൽ അതിനകത്ത് ചില ശ്രദ്ധേയമായ ചലനങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കണോ? രാഹുലിനെതിരായിട്ടുള്ള പരാതികൾ കെട്ടിച്ചമച്ചതാണെന്ന വാദം വ്യാപകമായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓടിക്കുന്നുണ്ട്. രാഹുലിന് വേണമെങ്കിൽ നിയമസഭയിൽ വരാമെന്ന് പറയുന്നു നേതാക്കൾ. സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞു അദ്ദേഹം വന്നാലെന്നാണ് കുഴപ്പം, മുകേഷിന് വരാമെങ്കിൽ അദ്ദേഹത്തിനും വരാമല്ലോ. അങ്ങനെ പതിയെ 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 ഇദ്ദേഹത്തിനെ ഡിഫെൻഡ് ചെയ്യുന്ന പോലെയുള്ള സ്വഭാവത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. എന്ന് വെച്ചാൽ രാഹുലിന്റെ മടങ്ങി വരവിലേക്കുള്ള വാതിലുകൾ പതിയെ തുറന്നു തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ വിചാരിക്കാമോ സാജു? അങ്ങനെയൊക്കെ വിലയിരുത്തേണ്ടതിലേക്ക് സൂചനകൾ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം നിഷാദ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ എ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ആയുധം എന്ന് പറയുന്നത് ഈ ആരോപണം ഉയർന്നിട്ട് 10 ദിവസമായിട്ടും രേഖാമൂലമുള്ള പരാതിയായി ഒരു ഇരയും രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ എ ഗ്രൂപ്പ് വാദം ഉന്നയിക്കുന്നത്. അത് ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെ ആ ഗ്രൂപ്പിലെ ആ വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിൽ അവർ പറയുന്ന ഒന്നാമത്തെ വാദം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പരാതികളില്ലാതിരിക്കെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും ആരോപണം ഉയർന്ന ഉടനെ മാറ്റി. അത് ഉചിതമായ നടപടിയായിരുന്നു. പക്ഷേ അതിനുശേഷം CPM പോലും ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെടാതിരുന്ന ആവശ്യങ്ങളിലേക്കാണ് കോൺഗ്രസ് പോയത്. പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അടക്കം സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാറ്റി നിർത്തുന്ന നടപടിയുണ്ടായി. ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളൊക്കെ കോൺഗ്രസ് നേതൃത്വം അംഗീകരിച്ചു എന്ന പ്രതീതിയാണ് പൊതുസമൂഹത്തിലേക്ക് നൽകിയത്. ഇതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം കൂടി രാജിവെക്കണമെന്ന ആവശ്യം കടുപ്പിക്കുന്നതിലേക്ക് CPM നേതൃത്വം എത്തുകയും പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലേക്ക് അടക്കം പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോവുകയും ആ സമരരീതി ആകെ പ്രതിപക്ഷത്തിനെതിരെ തിരിച്ചുവിടുന്ന രീതിയിലേക്ക് CPM പോയത് എന്നുകൂടി എ ഗ്രൂപ്പ് ചൂണ്ടിക്കാണിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയതിനു ശേഷം പാർട്ടിക്ക് വേണമെങ്കിൽ വിശദീകരണം ചോദിക്കാമായിരുന്നു. കൂടുതൽ പരാതികൾ ഉണ്ടാകുന്നുണ്ടോ എന്നതടക്കം പരിശോധിച്ച് ഈ വിശദീകരണം കൂടി ലഭിച്ച ശേഷം മാത്രം മറ്റ് നടപടികളിലേക്ക് പോയാൽ മതിയായിരുന്നു. ഇതൊരു എടുത്തു ചാടിയുള്ള തിടുക്കപ്പെട്ടുള്ള നടപടിയായി പോയി. അത് വേണ്ടതുണ്ടായിരുന്നില്ല എന്നാണ് എ ഗ്രൂപ്പ് നേതാക്കൾ പറയുന്ന ഒരു കാര്യം. അവർ ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ചേർത്ത് വെച്ച് പറയുന്നുണ്ട്. പാലോട് രവിക്കെതിരെ ഫോൺ സംഭാഷണ വിവാദം ഉണ്ടായപ്പോഴും സമാനമായി വിശദീകരണം തേടാതെ വളരെ വേഗത്തിൽ നടപടിയെടുക്കുന്നതിലേക്ക് പോയി. ഇതൊരു സംഘടനാപരമായി ശരിയായ രീതിയല്ല എന്നാണ് എ ഗ്രൂപ്പ് മറ്റൊരു വാദം എന്ന നിലയ്ക്ക് തന്നെ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ എ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളുടെ ഈ അഭിപ്രായത്തോട് ഗ്രൂപ്പിന് പുറത്തു നിന്നുള്ള പിന്തുണ പോലും കോൺഗ്രസിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. നേരത്തെ നിഷാദ് സൂചിപ്പിച്ചതുപോലെയുള്ള KPCC അധ്യക്ഷന്റെ തന്നെ ഒരു നിലപാട്, ഒപ്പം UDF കൺവീനറായ അടൂർ പ്രകാശിന്റെ നിലപാടുണ്ട്. KPCC ഭാരവാഹികളിൽ എ ഗ്രൂപ്പുകാരല്ലാത്ത ചില ആളുകൾക്ക് കൂടി ഇതേ നിലപാടുണ്ട്. മറ്റു ചിലരാകട്ടെ ഇപ്പോൾ എടുത്ത നടപടികളിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നാക്കം പോകേണ്ടതില്ല, അങ്ങനെ തന്നെ ആ നടപടികൾ നിലനിൽക്കട്ടെ എന്ന് വാദിക്കുന്നവരാണ്. അപ്പോഴും അവരും ഒരു കാര്യത്തിൽ അവരിൽ ചിലരെങ്കിലും
എ ഗ്രൂപ്പിന്റെ നിലപാടിനോട് യോജിക്കുന്നുണ്ട്. അത് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണം രാഹുൽ മാങ്കൂട്ടത്തെ എന്ന കാര്യത്തിലാണ്. അവിടെ അങ്ങനെ വരുമ്പോൾ ഭരണപക്ഷത്തു നിന്നും പ്രതിഷേധമുണ്ടായാൽ അതിനെ കോൺഗ്രസ് രാഷ്ട്രീയമായി സഭയ്ക്കുള്ളിൽ നേരിടണം എന്ന അഭിപ്രായം കൂടി വരികയാണ്. അതാണ് ഇന്ന് കെ മുരളീധരനിൽ നിന്നും മറ്റൊരു ഭാഷയിൽ നമ്മൾ കേട്ടത്. അതായത് രാഹുലിനെതിരെ എടുത്ത നടപടി അനീതിയായി പോയി, അയാളെ നമ്മൾ ഒറ്റപ്പെടുത്തി കളഞ്ഞു എന്ന അഭിപ്രായത്തിന് ഗ്രാജ്വലി കോൺഗ്രസിനകത്ത് ഇങ്ങനെ മുൻതൂക്കം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഇപ്പോ? എ ഗ്രൂപ്പ് ആ നിലപാട് എടുക്കുകയും അവർ അത് ഈ രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിശദീകരണം ചോദിക്കാതെയൊക്കെയുള്ള നടപടികളിൽ നേരത്തെ തന്നെ അതൃപ്തി ഉണ്ടായിരുന്ന KPCC ഭാരവാഹികളിൽ ചിലരടക്കം ആ നിലപാടിനോടൊപ്പം ചേരുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ഇതിന് കൂടുതൽ പിന്തുണ കിട്ടുന്നതിലേക്ക് എത്തുന്നത് പരാതികളൊന്നും രേഖാമൂലം ഇപ്പോഴും ഉണ്ടാകുന്നില്ല. ഇതെല്ലാം അന്തരീക്ഷത്തിൽ നിൽക്കുന്നതായി മാറുന്നു എന്ന നിലയിലേക്കൊക്കെയുള്ള പ്രചരണം സോഷ്യൽ മീഡിയയിലൂടി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് രാഹുൽ അനുകൂലികൾ എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ നിലപാടെടുക്കുന്നതിൽ നേതാക്കളെ സ്വാധീനിക്കുന്നിടത്തേക്ക് കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ടു വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേറെ പ്രധാനപ്പെട്ട കാര്യമുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി വളരെ പെട്ടെന്നാണ്. അതിനുശേഷമുള്ള 2-3 ദിവസം നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരുന്ന ഒന്ന്, ആരായിരിക്കും പകരം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ? പല പേരുകൾ, അതേ ചൊല്ലിയുള്ള ഗ്രൂപ്പുകളുടെ അവകാശവാദങ്ങളുടെ വിവരങ്ങളൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചലനവും പുറത്ത് കേൾക്കുന്നില്ല. എന്ന് വെച്ചാൽ നിൽക്കട്ടെ, രാഹുലിന് പകരം വേറെ ആളെ എടുക്കുന്ന കാര്യം തൽക്കാലം ഇപ്പോൾ ആലോചിക്കണ്ട എന്ന ഒരു മൂഡിലേക്ക് എത്തിയോ? അങ്ങനെ ഇപ്പൊ വേഗത്തിൽ തീരുമാനിക്കേണ്ട എന്ന് എ ഗ്രൂപ്പിന്റെ അഭിപ്രായത്തിനോട് മുൻതൂക്കം കിട്ടുന്നു. എന്താണ് ഈ സംസ്ഥാന അധ്യക്ഷ പദവിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഉള്ള സ്റ്റാറ്റസ് എന്നാണ് സാജു? സംസ്ഥാന അധ്യക്ഷ പദവികളുടെ കാര്യത്തിൽ ഗ്രൂപ്പുകൾക്കിടയിൽ, നേതാക്കൾക്കിടയിൽ വലിയ തർക്കങ്ങൾ രൂപപ്പെട്ടു. അപ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ബീഹാർ യാത്ര കൂടി നടക്കുന്നത്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ളവർ അതിന്റെ തിരക്കുകളിലായതിനാലാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വിശദമായ ചർച്ചകളിലേക്ക് പോയിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ആദ്യം കേട്ട പേരുകളിൽ ഒന്നുമായിരിക്കില്ല സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പോകുന്നത് ചർച്ചകൾ എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ആദ്യം ബിനു ചുള്ളിലിന്റെ പേര് KC പക്ഷം ഉയർത്തിക്കൊണ്ടുവന്നു. അവിടെ വെട്ടുവീണു, പ്രായപരിധിയുടെ പേര് പറഞ്ഞു. പിന്നീട് പുറത്തു നിന്നുള്ള KM അഭിജിത്തിനെ പേര് മുന്നോട്ട് വെച്ച് അതിന് എ ഗ്രൂപ്പിന്റെ വലിയ പിന്തുണയുണ്ടായി. ഒപ്പം OJ ജനീഷിന്റെ പേര് കൂടി തൃശൂരിൽ നിന്നുള്ളത് ഉയർത്തിക്കൊണ്ടുവന്ന് അവിടെ എ ഗ്രൂപ്പിനൊപ്പം തന്നെ KC വേണുഗോപാൽ പക്ഷത്തിന്റെ കൂടി പിന്തുണയിലേക്ക് ആ കാര്യങ്ങൾ എത്തിച്ചേരുകയൊക്കെ ചെയ്തു. അങ്ങനെ ഈ മുൻതൂക്കം, കേട്ട പേരുകളിലുള്ള മുൻതൂക്കമൊക്കെ മാറി മറിയുന്ന സാഹചര്യമാണ് ഉള്ളത്. ഒപ്പം രമേശ് ചെന്നിത്തല ഇപ്പോഴും അബിൻ വർക്കിക്കായി നിലകൊള്ളുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ടീമിൽ സംഘടനയ്ക്കുള്ളിൽ, അതായത് നിലവിലുള്ള ഭാരവാഹികളിൽ നിന്ന് തന്നെ വേണം എന്നതിലേക്ക് കൂടി ചർച്ചകൾ ഇപ്പോൾ പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ചർച്ചകൾ ഏറെ മുന്നോട്ട് പോകുന്നില്ല. കാരണം ബീഹാറിലെ ഇന്നത്തെ പരിപാടിക്ക് ശേഷമായിരിക്കും അക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ. ഇനി ഡൽഹിയിൽ നേതാക്കൾ തിരിച്ചെത്തിയ ശേഷം മാത്രമേ നടക്കാൻ സാധ്യതയുള്ളൂ. ഏതായാലും രാഹുലിന് വേണ്ടി അത് ഒഴിച്ചിടുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിഷാദ്, ഒരു കാര്യം കൂടി സാജു, ഇപ്പോ ഈ രാഹുലിന് അനുകൂലമായിട്ട് എ ഗ്രൂപ്പ് ഒരു പുതിയ സംഗതി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. സോഷ്യൽ മീഡിയയിലും മറ്റും വലിയ തോതിൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സംഗതി ക്രിയേറ്റ് ചെയ്യാൻ അവരുടെ സൈബർ സ്പേസിലുള്ള ആളുകൾ ശ്രമിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം CPIയുടെ ഒരു നേതാവ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അടക്കം അതിന് പ്രയോജനപ്പെടുത്തുന്നത് കാണുകയാണല്ലോ. അപ്പോൾ രാഹുൽ തിരിച്ചുവരവിന്റെ ഒരു സാധ്യത കാണിക്കുന്നുണ്ട് എന്ന കാര്യം ഭരണപക്ഷം കാണുന്നില്ലേ, സർക്കാർ കാണുന്നില്ലേ? ഇന്നിപ്പോൾ പരാതിക്കാരനെ മൊഴിയെടുക്കാൻ പോകുന്നു, മറ്റു പലരെയും സാക്ഷിയാക്കാൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ 15-ന് സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് രാഹുലിനെതിരെ സൃഷ്ടിച്ചെടുക്കുക, നിയമസഭയിൽ വരുമ്പോൾ രാഹുലിനെ പ്രതിരോധത്തിലാക്കുക എന്ന ആശയത്തിൽ അപ്പുറത്തതിന്റെ വർക്ക് നടക്കുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇരകൾ ആരെങ്കിലും രംഗത്ത് വരുമോ എന്ന കാര്യമൊക്കെ പോലീസ് പരിശോധിച്ചിരുന്നു. പക്ഷെ അങ്ങനെ നേരിട്ട് ആരും മൊഴി കൊടുക്കുന്നതിലേക്ക് അല്ലെങ്കിൽ പരാതി കൊടുക്കുന്നതിലേക്ക് എത്തിച്ചേരാത്തതിനാൽ തന്നെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പരാതി കൊടുത്ത പരാതിക്കാരുടെ മൊഴി എടുക്കുകയും ആ പരാതികളിൽ നിന്ന് ലഭിക്കുന്ന പേരുകൾ, ഇരകളുടെ പേരുകൾ, വിവരങ്ങൾ എന്നിവയിലൂടെ ഇരകളിലേക്ക് എത്താം എന്ന രീതിയിലാണ് ഇപ്പോൾ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അത് വളരെ വേഗത്തിലുള്ള നീക്കങ്ങളുണ്ട്. നിയമസഭാ സമ്മേളനത്തിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി അതിൽ ചില ഡെവലപ്മെന്റുകൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തെ മാത്രമല്ല, രാഹുലിനെ എത്രയൊക്കെ സഭയിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാലും സാങ്കേതികമായി മാത്രമേ ആ സഭയിൽ നിന്നുള്ള മാറ്റി നിർത്തൽ എന്ന് കോൺഗ്രസ് പറയുന്നിടത്തേക്ക് എത്തുകയുള്ളൂ. അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷത്തെ ആകെ പ്രതിരോധത്തിലാക്കാം എന്ന കണക്കുകൂട്ടൽ ഇപ്പോഴും ഭരണപക്ഷത്തു നിന്നും ഉണ്ട്. പക്ഷേ സൈബർ വിവരങ്ങൾ നൽകിയത്